പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള വരവ്, ആ വരവിന്റെ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അബ്ബാസ് തങ്ങളെ, അവിടുന്ന് ഇസ്ലാമിലേക്ക് വന്നത് വലിയ സന്തോഷമായി. എന്റെ പിതാവ് ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വരണമെന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടെങ്കിലും ആ ഖത്താബ് എന്ന പിതാവ് വരുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്ന നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതാണ്. സ്വന്തം ബാപ്പയുടെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ച് വല്ലാത്ത ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹത്തെക്കാളുപരി പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും കുടുംബ ബന്ധവും തലവൻ എന്ന നിലക്കും അവിടുത്തെ മൂത്താപ്പയുടെ, അവിടുത്തെ പ്രത്യേകമായ പിതൃവ്യന്റെ പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള വരവിനെ സന്തോഷത്തോടെ രേഖപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള കറപുരളാത്ത ബന്ധത്തിന്റെയും അവിടുത്തെ കുടുംബത്തോടുള്ള ആഭിമുഖ്യത്തിന്റെയും പേരിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലും അങ്ങനെ കാണാം. അബൂ ഖുഹാഫ എന്ന പിതാവ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വളരെയധികം സന്തോഷിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചെങ്കിലും ആ സന്തോഷ പ്രകടനം ശരിക്ക് കാണാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താ സിദ്ദീഖേ, പിതാവ് ഇസ്ലാമിക ആശ്ലേഷണം നടത്തിയതിൽ വലിയ സന്തോഷ പ്രകടനം കാണുന്നില്ലല്ലോ? ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പിതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് അവിടുന്ന് വളരെ ഇഷ്ടപ്പെട്ട, അവിടുന്ന് വളരെ ആഗ്രഹിച്ച, അവിടുന്ന് ആശ വെച്ച അബൂ താലിബ് എന്ന മൂത്താപ്പ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിരുന്നുവെങ്കിൽ ആ ഇസ്ലാമിലേക്ക് വന്ന സന്തോഷം അവിടുന്ന് വല്ലാതെ അനുഭവിക്കുമായിരുന്നല്ലോ. ആ സന്തോഷം അനുഭവിക്കാൻ ലഭിക്കാത്തൊരു വേളയിൽ എന്റെ പിതാവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിക ആശ്ലേഷണം എന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിലും എനിക്കത് ആഘോഷിക്കാൻ, പ്രകടിപ്പിക്കാൻ കഴിയില്ല നബിയേ എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുബൈത്തുമായുള്ള ബന്ധം അത് വളരെ വ്യക്തമായും സുദൃഢമാക്കി അവരുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ ആദർശ ശുദ്ധിയോടെയുള്ള അഹ്ലുസുന്നത്തിന്റെ രംഗത്ത് അവർ കടന്നു വന്നാൽ അവരെ മുൻനിരയിൽ അതാ വളരെ വ്യക്തമായി അവരെ നാം ആദരിക്കുകയും നേതൃത്വം കൽപ്പിക്കുകയും ചെയ്യുന്നത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ മഹത്വം കൂടി പഠിപ്പിച്ചു തന്ന് ഉലമാഇന്റെ ഉന്നതമായ സേവനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വെറും സയ്യിദായി ആ സ്ഥാനമാനത്തിന് അർഹനായി മാത്രമിരുന്നാൽ പോരാ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഇൽമിന്റെ മേഖല അതെനിക്ക് സ്വന്തമാക്കണമെന്ന വല്ലാത്ത നിയ്യത്തോടെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും പണ്ഡിതരിൽ പണ്ഡിത നേതൃത്വമായി ശൈഖുൽ മശായിഖായി അൽ ആലിമുൽ അല്ലാമയായി ഉസ്താദുൽ അസാതീദായി അവിടുത്തെ സാദാത്തുക്കളുടെ മുഴുവൻ നേതൃത്വം നൽകിയ മഹാനുഭാവൻ അതാ ഈ മേഖലയിലെല്ലാം വിരാജിച്ചത് നാം ശരിക്കും അനുഭവവേദ്യമാക്കിയ 12 കൊല്ലക്കാലത്തെ ആത്മീയമായ ഒരിടവേളയില്ലാതെ ഇപ്പോഴും നമ്മോട് നേതൃത്വം നൽകുന്ന മഹാൻ 12 കൊല്ലം മുമ്പ് വഫാത്തായി എങ്കിലും അവിടുത്തെ മഖാമിലേക്ക് ഓരോ സമയത്തും കടന്നു വരുന്ന ആളുകൾ അവിടുത്തെ ജീവിതകാലത്ത് നേരിൽ കണ്ടുകൊണ്ട് അവരുമായി സംവദിച്ചപ്പോഴുണ്ടായ അനുഭവവേദ്യമായ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതാ മഖാമുകളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം.
മനസ്സിലാക്കണം. ആ കിട്ടിയ പ്രാധാന്യം ഏറ്റവും വലിയ ഉന്നത പദവിയായ അഹ്ലുൽ ബൈത്ത് എന്നതോടൊപ്പം അൽ ആലിം എന്ന മഹത്തായ പണ്ഡിത തേജസ് എന്ന നേതൃത്വം കൂടി ലഭിക്കുകയും താജുൽ ഉലമായി എന്ന സ്ഥാനപ്പേരിന് അർഹരാകുകയും ചെയ്തു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ആ അഹ്ലുൽ ബൈത്തിനോടുള്ള മഹബ്ബത്ത് ജീവിതത്തെ ധന്യമാക്കാൻ ഉപകരിപ്പിക്കണം. നമുക്ക് അവരുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ഉപകരിക്കേണ്ടത് ആഖിറത്തിലാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോൾ ദുനിയാവിൽ അവിടുത്തെ കുടുംബത്തെ ചേർത്തു നിർത്തി സിലത്തുർ റഹ്മിന്റെ നേതൃത്വം വഹിച്ച പുന്നാർ റസൂലുള്ളാഹി തങ്ങൾ മക്കളെ മറക്കുകയില്ല, കുടുംബാദികളെ മറക്കുകയില്ല. വഴിവിട്ടൊരു ഭൗതിക സ്വത്തിന്റെയും ഉടമാവകാശം അവർക്ക് ലോകത്ത് കൊടുത്തിട്ടില്ലെങ്കിലും വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് വെച്ചുപോയ വല്ല സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അവർക്ക് അനന്തരാവകാശമായി ലഭിക്കുകയില്ല.